ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മലറിന് കഥ പറഞ്ഞിട്ട് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധു. അപ്പോൾ അവൻ സിൻഡ്രലയുടെ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ടപ്പോൾ മലർ പറയുന്നുണ്ട്, സിൻഡ്രലയുടെ ക്യാരക്ടർ കേൾക്കുമ്പോൾ അമ്മയുടെ ജീവിതം പോലെയാണല്ലോ അച്ഛാ തോന്നുന്നത്. ആഹാ, അങ്ങനെയാണോ? ആ ചെറിയമ്മയുടെ മകൾ റീത്തയുടെ പേര് കേൾക്കുമ്പോൾ എനിക്ക് മേഘാൻ്റെയാണ് ഓർമ്മ വരുന്നത്. ആട മുത്തേ, അത് നീ പറഞ്ഞത് കറക്റ്റാണ്. സിധു പിറുപിറുത്തുകൊണ്ട് പറയാണ്. പിന്നെ വേറെന്തൊക്കെയാണ് നിനക്ക് തോന്നുന്നത്? അപ്പോൾ ആ ചെറിയമ്മ ശരിക്കും നമ്മുടെ മരതക മുത്തശ്ശിയാണോ? അത് കേട്ടിട്ട് സിധു പൊട്ടിച്ചിരിക്കുകയാണ്. എങ്ങനെയാടാ ഇത്ര കൃത്യമായിട്ട് എൻ്റെ പൊന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മലറിനൊരു കിസ് കൊടുക്കുവാണ്. അപ്പോൾ മലർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയെ കല്യാണം കഴിക്കാൻ വന്ന രാജകുമാരൻ അച്ഛനല്ലേ? ആഹാ, കൊള്ളാലോ, നിനക്കെല്ലാം മനസ്സിലായല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് മലരും സിദ്ധുവും കൂടെ ചേർന്ന് ചിരിക്കുകയാണ്. അപ്പോഴേക്കും സിദ്ധുവിനുള്ള പാലുമായിട്ട് ചന്ദ്രിക വന്നിട്ടുണ്ടായിരുന്നു. സിദ്ധു പറയുന്നുണ്ട്, ഇത്രയും പാലോ ചന്ദ്രിക? അത് കുടിക്ക് സർ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അവന് കൊടുക്കുകയാണ്. എന്നിട്ട് ചന്ദ്രിക ബെഡിന് അപ്പുറത്തെ സൈഡിൽ, അതായത് മലര് കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് സിദ്ധു ആ പാലെടുത്തിട്ട് കുറച്ച് കുടിച്ചിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുടിച്ചോളാം. സാർ, എന്തിനാ പാല് വെറുതെ കേടാകാൻ വെക്കുന്നത്? ഇങ്ങത്താ, ഞാൻ കുടിച്ചോളാം. എന്നിട്ട് ചന്ദ്രിക വാങ്ങിയിട്ട് സിദ്ധുവിൻ്റെ അടുത്ത് അത് കുടിക്കുകയാണ്. ആ സമയത്ത് അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ചന്ദ്രിക പാല് കുടിക്കുന്നത് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, എന്തിനാ സർ ചിരിക്കുന്നത്? ഏയ്, അങ്ങനെയൊന്നുമില്ല. സാധാരണയായിട്ട് ഹസ്ബൻഡ് ബാക്കി വെക്കുന്ന പാലാണ് ഭാര്യമാർ കുടിക്കാറുള്ളത്. ആ സമയത്ത് മലര് സിദ്ധുവിനെ മടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ബാക്കി വെച്ച പാലാണല്ലോ താൻ കുടിക്കുന്നത്. അത് കണ്ടിട്ട് ചിരിച്ചു പോയതാണ്. അപ്പോൾ ചന്ദ്രികയും ചിരിച്ചുകൊണ്ട് പറയാണ്, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും അല്ല, സംസാരിക്കാതെ കിടക്കാൻ നോക്ക്. എന്നിട്ട് സിദ്ധുവിനോട് മലറിനെ ഇങ്ങോട്ടേക്ക് മാറ്റി കിടത്താൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ മലർ രണ്ടുപേരുടെ നടുവിലായിട്ട് ഉറങ്ങുന്നുണ്ട്. അവർ രണ്ടുപേരും മലറിനെ താലോലിക്കുന്നത് പോലെ ഇങ്ങനെ കൈവച്ചിട്ട് താരാട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ശരവണൻ മനീഷിനെ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ സമയത്ത് കാണുന്നത് മനീഷ് ജനലൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കർട്ടനൊക്കെ വകച്ച് മാറ്റിയിട്ടാണുള്ളത്. മാത്രമല്ല ജനലിൻ്റെ ഡോറുകളൊക്കെ തുറന്നിട്ടിട്ടും അതുപോലെ ജനലിൻ്റെ അടുത്തായിട്ട് ഒരു വടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ജനൽ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണെന്ന് വ്യക്തമാകുന്ന രീതിയിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ശരവണനാകെ പരിഭ്രമത്തിലാവുകയാണ്. അയ്യോ, മരുമകൻ ജനലൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ അയാളിങ്ങനെ സ്വയം ചിന്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ജനലിൽ കൂടെ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനീഷ് അവിടെ ബോധം കെട്ട് കിടക്കുന്നതാണ്. വേഗം തന്നെ വന്നിട്ട് ശരവണൻ വാതിൽ തുറക്കുകയാണ്. എന്നിട്ട് ഒരുപാട് തവണ മനീഷിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എഴുന്നേക്ക് മനീഷ് എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എത്ര വിളിച്ചിട്ടും മനീഷ് എഴുന്നേക്കുന്നില്ല. അവൻ്റെ ശ്വാസം നോക്കുന്ന സമയത്ത് അയാൾക്ക് പേടിയാവുകയാണ്. എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല, ബോധം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം അടുക്കളയിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി ഓടുവാണ്. അങ്ങനെ വെള്ളം എടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നോക്കുമ്പോൾ റൂമിൽ അവിടെ കിടന്നെടുത്ത് മനീഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെടുത്ത് വിളിച്ചിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് മനീഷ് ആ വാതിലിൻ്റെ മറവിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അയാൾ തൻ്റെ പേരെടുത്തിട്ട് ഓപ്പോസിറ്റ് തിരിഞ്ഞ് നിന്ന് വിളിച്ച സമയത്ത് മനീഷ് പെട്ടെന്ന് തന്നെ അയാളെ ബെഡിലേക്ക് തള്ളിയിടുകയാണ്. എന്നിട്ട് അയാൾ ചെയ്തതുപോലെ തന്നെയാണ് മനീഷ് ചെയ്യുന്നത്. വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാതിൽ ലോക്ക് ചെയ്യാണ്. അപ്പോഴേക്കും ശരവണൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് മനീഷിനോട് പറയാണ്, മരുമോനെ, എന്തിനാ എന്നെ അകത്താക്കിയിട്ട് വാതിലടച്ചത്? വാതിൽ തുറക്കും മരുമോനെ എന്നൊക്കെ പറയുന്ന സമയത്ത് മനീഷ് ദേഷ്യത്തോടെ പറയാണ്, ഏയ്, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും ചേർത്തിട്ട് ഞാൻ കേസ് കൊടുത്തിട്ട് ജയിലിലാക്കുന്നത് നോക്കിക്കോ എന്ന് പറയാണ്. ആ സമയത്ത് ശരവണൻ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. 1-ാം നമ്പർ ഫ്രോഡാണ് താൻ. തൻ്റെ ബുദ്ധി അതേപോലെ തന്നെ മകൾക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്ത് ജന്മാണ്? നിങ്ങളെ ഞാൻ ശരിക്കും വന്നൊന്ന് കാണുന്നുണ്ട്. ഇപ്പം എനിക്ക് കുറച്ച് തിരക്കുള്ള കാര്യമുള്ളത് കൊണ്ടാണ്. മരുമോനെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് മരുമോനെ. നിങ്ങൾ കോടതിയിലേക്ക് പോകരുത് മരുമോനെ. മേഘ എന്നെ വഴക്ക് പറയും, പ്ലീസ്. ഞാൻ കോടതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് എല്ലാ സത്യങ്ങളും ഞാൻ വിളിച്ചു പറയുവാണ്. പറയുന്നത് കേൾക്ക് മരുമോനെ, പോവല്ലേ മരുമോനെ. ശരവണൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെ മനീഷ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അയ്യോ, കൃത്യമായിട്ട് മരുമോൻ്റെ കയ്യിൽ വന്ന് പെട്ടല്ലോ. ശരവണൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. മരുമോനെ, കതക് തുറക്ക്. പക്ഷേ മനീഷ് അപ്പോഴേക്കും അതിലൊക്കെ ചാടിയിട്ട് റോട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവൻ വേഗം കിട്ടിയൊരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചിട്ട് ആ ഓട്ടോയിൽ കയറിയിട്ട് പോവുകയാണ്. ആ സമയത്ത് കോർട്ടിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. കോടതിക്ക് മുന്നിൽ എത്തി നിൽക്കുകയാണ് ചന്ദ്രികയും കുടുംബവും, അതുപോലെ തന്നെ മേഘയും അവളുടെ വക്കീലും മനോഹരനും ഒക്കെ ചേർന്നിട്ട്. അപ്പോൾ ലക്ഷ്മി അഡ്വക്കേറ്റിനോട് ചോദിക്കുന്നുണ്ട്, മാഡം, നമ്മളിന്ന് ജയിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ സിധു സാറ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ കോടതിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും, അഡ്വക്കേറ്റ് പറയാണ്. അതിനുശേഷം കോടതി എന്താണോ വിധി കൽപ്പിക്കുന്നത് അത് നമ്മൾ സ്വീകരിച്ചേ മതിയാവൂ. മേഘയുടെ ഗർഭത്തിന് മനീഷാണ് കാരണമെന്ന് ഈ കോടതിയെ വിശ്വസിപ്പിക്കുന്നത് വരെയും നമ്മൾ സിധു സാർ ഈ കേസിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പോകുന്നില്ല.
അഡ്വക്കേറ്റ് പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടത്തോടു കൂടി സിദ്ധുവും ചന്ദ്രികയും പരസ്പരം നോക്കുവാണ്. സിദ്ധു സാർ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മനീഷ് മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി അവനാണെന്ന് ഏറ്റു പറയണം. മേഘ സിദ്ധു സാറിൻ്റെ പേരിൽ റേപ്പ് കേസ് കൊടുത്തത് കാരണം ഒരുപക്ഷെ സിദ്ധു സാറിനെ റിമാൻഡ് ചെയ്യാൻ വരെ സാധ്യതയുണ്ട്. അതുകൂടി കേട്ടതോടെ എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ്. മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മേഘ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല മോളെ. വഴിയുണ്ട്. മേഘയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് DNA ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് ആരുടെ കുഞ്ഞാണെന്ന് അറിയാൻ പറ്റും. പക്ഷേ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് DNA ടെസ്റ്റ് എടുത്ത് അത് കുഞ്ഞിൻ്റെ ജീവൻ ആപത്താണെന്ന് മേഘയുടെ ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ചെയ്യാനും സാധിക്കില്ല. അങ്ങനെ ഒരു കാര്യം മേഘയ്ക്ക് മുന്നിലുള്ളപ്പോൾ കുട്ടി ജനിക്കുന്നത് വരെ മേഘ ഈ കേസ് വലിച്ചു നീട്ടി കൊണ്ടുപോകാനാണ് സാധ്യത. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും സങ്കടത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക വിട്ടേക്ക്, എന്തായാലും ഒരു ദിവസം സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ള സത്യം എല്ലാവർക്കും മനസ്സിലാവും. എന്നെ ജയിലിലടച്ചാലും കുഴപ്പമില്ല, അതിനെപ്പറ്റിയൊന്നും എനിക്കിപ്പോൾ യാതൊരു ആശങ്കയുമില്ല. സിദ്ധുവിൻ്റെ സംസാരം കൂടെ കേട്ടപ്പോൾ ചന്ദ്രിക വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇത്രയധികം പറഞ്ഞിട്ടും മനീഷിന് സത്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അവന് ഒട്ടും നമ്മളോടൊരു ദയയും ദാക്ഷിണ്യവും തോന്നുന്നില്ല, വിശ്വാസവഞ്ചകൻ. പക്ഷെ അത് കേട്ടപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മനീഷ് നല്ലവൻ തന്നെയാണ്. പക്ഷേ മേഘ എന്തോ ഒരു കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവനെ കൊണ്ട് സത്യം പുറത്തു പറയിപ്പിക്കാത്തത്. ഇതിനെല്ലാത്തിനും മേഘയാണ് കാരണം. അപ്പോൾ മനോഹരൻ മേഘയോട് ചോദിക്കുന്നുണ്ട്, മേഘ സമയമായി, മനീഷ് ഇനിയും വന്നിട്ടില്ലല്ലോ, ഞാൻ അദ്ദേഹത്തോട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് മാമ. മേഘ പറയാണ്. അത് കേട്ടപ്പോൾ മേഘയുടെ അഡ്വക്കേറ്റും മനോഹരനും ഞെട്ടിയിട്ട് ചോദിക്കുകയാണ്, അതെന്താ മനീഷിനോട് വരണ്ട എന്ന് പറഞ്ഞത്? അയാൾ ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോടതിയിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ അയാളോട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞതാണ്. ഓ അങ്ങനെയാണോ, ശരി ശരി. അപ്പോഴേക്കും മനീഷ് ഓട്ടോയിൽ വന്നിട്ട് അവിടെ ഇറങ്ങുകയാണ്. അത് കണ്ടിട്ട് മനോഹരൻ ചോദിക്കുന്നുണ്ട്, മേഘ മനീഷിനോട് കോടതിയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് മനീഷല്ലേ ആ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത്, നോക്ക്. മേഘയെ അങ്ങോട്ടേക്ക് നോക്കിയത് അവൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. മനീഷിനെ കണ്ടതും മേഘയുടെ മനസ്സിൽ പല പല ചോദ്യങ്ങൾ വരികയാണ്. അയ്യോ, മനീഷ് എന്തിനായിരിക്കും കോടതിയിലേക്ക് വന്നത്? ഇനിയൊരു പക്ഷേ എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി അവനാണെന്ന് പറയാൻ വന്നതായിരിക്കുമോ? എങ്ങനെയെങ്കിലും അവനെ കോടതിയിലേക്ക് കയറാത്ത വിധം തടഞ്ഞു നിർത്തണമല്ലോ. അപ്പോഴേക്കും മനീഷ് മേഘയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ്, മേഘ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒരു നിമിഷം മാമ, ഞാൻ മനീഷിനോട് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ മനീഷ് നിൽക്കുന്നിടത്തേക്ക് അങ്ങോട്ടേക്ക് പോവാണ്. മനീഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് മേഘ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. മനീഷ്, നീ നിൻ്റെ മനസ്സിൽ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്നോട് ഞാൻ കോടതിയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞതല്ലേ, എന്തിനാ ഇപ്പം നീ ഇങ്ങോട്ടേക്ക് വന്നത്? ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക്. അപ്പം മനീഷാണെങ്കിൽ ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. അവൻ മറുത്തൊന്നും പറയുന്നില്ലെങ്കിലും അവൻ്റെ ആ നിൽപ്പ് മേഘയെ ചെറുതായിട്ട് ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൾ ദേഷ്യത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. നിന്നോട് പറയുന്നത് കേട്ടില്ലേ, എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്? മര്യാദയ്ക്ക് ഇവിടുന്ന് പോ എന്നാ പറഞ്ഞത്. പക്ഷെ മനീഷ് അവൾക്കൊരു ഉത്തരം പോലും നൽകാതെ ദേഷ്യത്തോടെ അവിടെ നിന്ന് അകത്തേക്ക് പോവാണ്. അയ്യോ, നിന്നോടല്ലേ പറഞ്ഞത് പോവാനേ എന്നൊക്കെ മേഘ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ മനീഷ് അതൊന്നും വകവെക്കുന്നില്ല. അവളിങ്ങനെ ചിന്തിക്കുകയാണ് മേഘ, അയ്യോ ഞാൻ പറഞ്ഞതൊന്നും വകവെക്കുകയും കൂടി ചെയ്തിട്ടില്ല, അവനൊരു മറുപടി പോലും പറയാതെ അകത്തേക്ക് കയറി പോവാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മനോഹരനെയും അഡ്വക്കേറ്റിനെയും മറികടന്നുകൊണ്ട് മനീഷ് അകത്തേക്ക് പോവാണ്. അപ്പം മേഘ തിരിച്ചു വന്നപ്പോൾ മനോഹർ ചോദിക്കുന്നുണ്ട്, എന്താ മേഘ മനീഷിനോട് സംസാരിച്ചില്ലേ? ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ അവൻ അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ അവളുടെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, ശരി കോടതിക്ക് സമയമായി, നമുക്ക് അകത്തേക്ക് പോവാം, വാ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോവാണ്. അപ്പോൾ പരിഭ്രമത്തോടെ മേഘ പറയാണ്, മാഡം എന്താ? മനീഷിൻ്റെ പാസ്പോർട്ട് ജഡ്ജി മാഡം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ, അത് മനീഷിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അത് കേട്ടപ്പോൾ മനോഹരനാണ് ഞെട്ടുന്നത്. നഷ്ടപ്പെട്ടു പോയെന്നോ? അയാൾ ചിന്തിക്കുകയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട്, സത്യമായിട്ടും നഷ്ടപ്പെട്ടു പോയി എന്നാണോ അതോ നഷ്ടപ്പെടുത്തിയതായിട്ട് അഭിനയിക്കുന്നതാണോ? അല്ല മാഡം, ശരിക്കും നഷ്ടപ്പെട്ടു പോയതാണ്. ഇതെന്താ ഇപ്പോൾ അവസാന നിമിഷം നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഇനിയിപ്പോൾ ജഡ്ജ് എന്താ പറയുകയെന്ന് അറിയില്ലല്ലോ. മേഘയുടെ അഡ്വക്കേറ്റ് പരിഭ്രമത്തോടെ പറയാണ്. മേഘയാണെങ്കിൽ ആകെ ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. ശരി വാ, അകത്തേക്ക് പോവാം. അവർ 3 പേരും കൂടി അകത്തേക്ക് പോവാണ്. ആ സമയത്ത് മനീഷാണെങ്കിൽ കോടതിക്കകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മേഘയും അവനും പരസ്പരം പോരുകോഴികളെ പോലെ നോക്കുവാണ്. ആ സമയത്ത് മേഘ മനോഹരനോട് പറയാണ്, മാമ നിങ്ങൾ പോയിട്ട് മനീഷിനോട് കോടതി വിട്ടിട്ട് പോവാൻ പറ. അവൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അവൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്കും മാമ. മനോഹരനൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ ചോദിക്കുകയാണ്, അല്ല മേഘ, സിദ്ധു അല്ലേ നിന്റെ ഗർഭത്തിന് കാരണം? പിന്നെ നീ എന്തിനാ ഇവനെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നത്? മാമാ തോന്നിയ പോലെ സംസാരിച്ചുകൊണ്ട് നിൽക്കല്ലേ.
ആദ്യം നിങ്ങൾ പോയി മനീഷിനോട് കോടതിയിൽ നിന്ന് പോകാൻ വേണ്ടി പറ. മനോഹരം മടിച്ച് സമ്മതിക്കുകയാണ്. ശരി, ഞാൻ പോയിട്ട് പറയാം. എന്നിട്ട് മനീഷിൻ്റെ അടുത്ത് എത്തിയിട്ട് പറയാണ്, മനീഷ്, മേഘ തന്നോട് കോടതിയിൽ വരണ്ടാന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ കോടതിയിൽ വന്നത്? നീ ഇപ്പോൾ തൽക്കാലം കോടതിയിൽ നിന്ന് പോവാൻ നോക്ക്. ആ സമയത്ത് മനീഷ് അയാളൊരു നോട്ടം നോക്കുന്നുണ്ട്. എന്താ മനീഷ് ഇങ്ങനെ നോക്കുന്നത്? അയാൾ തന്നെ അതിശയിച്ചു പോവാണ്. അപ്പോൾ മനോഹറിന് മനസ്സിലാവുന്നുണ്ട് അവിടെ നിൽക്കുന്ന അത്ര പന്തികേടല്ലാന്ന്. അയാൾ മനസ്സിൽ വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. എന്നിട്ട് മനീഷിനോട് പറയാണ്, അല്ല മനീഷ്, നീ ഇപ്പോൾ കോടതിയിൽ നിന്ന് പോവില്ല എന്നല്ലേ ആ നോക്കിയതിൻ്റെ അർത്ഥം? ശരി, വിട്ടേക്ക്, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ടും മനീഷ് ഒന്നും മിണ്ടാതെ കൈകെട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് മനോഹരം വീണ്ടും ഒന്ന് എറിഞ്ഞു നോക്കുകയാണ്. അല്ല മനീഷ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും മേഘയുടെ ഗർഭത്തിന് സിദ്ധു ആണോ കാരണം? മനോഹരനെ പൂർത്തിയാക്കാൻ മനീഷ് സമ്മതിച്ചില്ല. അവൻ വീണ്ടും അതേപോലെ ദേഷ്യത്തോടെ നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് മനോഹരൻ പറയുന്നുണ്ട്, ശരി, നീ ഇങ്ങനെ തന്നെ ഇവിടെ നിൽക്ക്, ഞാൻ പോവാണ്. അയാൾ വേഗം മനീഷിൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആയിട്ട് മേഘയുടെ അടുത്തേക്ക് പോവാണ്. മനീഷ് വീണ്ടും കൈകെട്ടിയിട്ട് അതേ നിൽപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം മേഘ ചോദിക്കുന്നുണ്ട്, എന്താ അവൻ പറഞ്ഞത്? മേഘ, ഞാൻ അവനോട് ഒരുപാട് തവണ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞു, പക്ഷെ അവൻ എന്നെ നോക്കി പേടിപ്പിക്കുന്നതല്ലാതെ ഇവിടുന്ന് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ആദ്യം അവൻ ഇവിടെ നിന്ന് അടിച്ചിട്ട് പറഞ്ഞു വിടണം. എന്ത്, അടിച്ചു പറഞ്ഞയക്കാനോ? നീ എന്താ മേഘ നിനക്ക് വായി തോന്നിയ പോലെയൊക്കെ സംസാരിക്കുന്നത്? ഇത് കോടതിയാണ് മേഘ. ഞാൻ അവൻ്റെ മേൽ കൈവച്ചെന്ന് വിചാരിച്ചോ? എന്നെ പിടിച്ചു കൊണ്ടുപോയി തൂക്കി അകത്തിടും മേഘ. മനീഷ് മേഘയെ നോക്കിയിട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അപ്പം മേഘ വീണ്ടും അവനോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, പോ, ഇവിടെ നിന്നൊന്ന് പോ. മനീഷ് മറുപടി ഒന്നും പറയാനോ ഒന്നും സംസാരിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. അവൻ അതേ നിൽപ്പ് തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് സിദ്ധു ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക, നമ്മളെ കൊണ്ട് ഒന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും എനിക്കെതിരായിട്ടായിരിക്കും അപ്പീൽ പോവുക. ഞാനൊരു പക്ഷേ ജയിലിൽ പോവേണ്ടി വന്നേക്കാം. അതോർത്ത് നിങ്ങളാരും വിഷമിക്കരുത്. അത് കേട്ടിട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും ചന്ദ്രികയും ഒരുപോലെ വേദനയോടെ നിൽക്കുകയാണ്. പക്ഷെ ആ സമയത്തൊക്കെ മേഘ ഇങ്ങനെ വെപ്രാളത്തോടെയാണ് നിൽക്കുന്നത്. ഈ മനീഷിനെ എങ്ങനെയൊന്ന് കോടതിയിൽ നിന്ന് പറഞ്ഞു വിടുക? മാമ, ഒരു നിമിഷം ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയിട്ട് വരാം. ശരി മേഘ. മേഘ പുറത്തേക്ക് പോയപ്പോൾ മനോഹരം പിറുപിറുക്കുകയാണ്. ഇവള് എന്നെ കൂടി സമാധാനത്തോടെ നിൽക്കാൻ വിടുന്നു തോന്നുന്നില്ല. മേഘ പുറത്തേക്ക് പോയിട്ട് വിളിക്കുന്നത് മഹേഷിനെയായിരുന്നു. അവൻ ഓട്ടോയ്ക്കകത്താണുള്ളത്. മേഘയുടെ കോള് കണ്ടപ്പോൾ അറ്റൻഡ് ചെയ്യാണ്. മഹേഷ്, എനിക്ക് നിന്നെക്കൊണ്ട് അത്യാവശ്യമായിട്ടൊരു സഹായം ആവശ്യമുണ്ട്. മനീഷ് എനിക്കെതിരായിട്ട് കോടതിയിൽ സാക്ഷി പറയുമെന്നാണ് തോന്നുന്നത്. അവൻ എനിക്കെതിരായിട്ട് കോടതിയിൽ സാക്ഷി പറയുവാണെങ്കിൽ സിദ്ധു രക്ഷപ്പെടുകയും അതിനുശേഷം സിദ്ധുവും ചന്ദ്രികയും തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്യും. അത് കേട്ടപ്പോൾ മഹേഷിനും ദേഷ്യം കയറുകയാണ്. ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോവും. മേഘ അവളുടെ വിഷമവും കൂട്ടത്തിൽ തന്നെ മഹേഷിനെ എരികയറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചന്ദ്രികയെ നിനക്ക് കിട്ടില്ല. അതുകൊണ്ട് മനീഷ് കോടതിയിൽ എനിക്കെതിരെ സാക്ഷി പറയാൻ പാടില്ല. അവനെ കോടതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണം. ശരി, കാര്യം എന്നോട് പറഞ്ഞല്ലോ, ഇനി ടെൻഷൻ ആവണ്ട, അവനെ ഞാൻ നോക്കിക്കോളാം. മഹേഷ് അവൾക്ക് വാക്ക് കൊടുക്കുകയാണ്. മേഘ തിരിച്ച് മനോഹരൻ്റെ അടുത്ത് വന്നപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ മേഘ ചെയ്തത്? ഇപ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്ന് മാമൻ കണ്ടോ? ആ സമയത്ത് സിദ്ധു ചന്ദ്രികയോട് പറയുന്നുണ്ട്, മേഘയ്ക്ക് കുട്ടി ജനിക്കുന്നത് വരെ ഒരുപക്ഷെ എന്നെ ജയിലിലേക്ക് ഇടാനായിരിക്കും തീരുമാനം. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിന് DNA എടുത്തിട്ട് ആ കുഞ്ഞിന് ഞാനല്ല കാരണക്കാരൻ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും എനിക്ക് ജയിലിൽ നിന്ന് മോചനം കിട്ടുള്ളൂ. സിദ്ധു സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവർക്ക് മുന്നിൽ ആവർത്തിച്ച് പറയുവാണ്. അപ്പോൾ ചന്ദ്രിക സങ്കടത്തോടെ പറയുന്നുണ്ട്, ചെയ്യാത്ത തെറ്റിന് സാർ എന്തിനാ സാർ ശിക്ഷ അനുഭവിക്കുന്നത്? ജഡ്ജി മാഡത്തിനോട് ഒരു തവണ കൂടി റിക്വസ്റ്റ് ചെയ്ത് നോക്കാം, കുട്ടിക്ക് DNA ടെസ്റ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. DNA ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ജീവൻ ആപത്താണെന്ന് മേഘ റിക്വസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവളെ കൊണ്ട് അവളുടെ ഡോക്ടറെ കൊണ്ട് അതിനുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയത്. സിദ്ധു പറയാണ്, അതിനെ ഒഴിവാക്കിക്കൊണ്ട് ജഡ്ജി മാഡം വീണ്ടും മേഘയോട് DNA ടെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തല പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നുന്നു സർ. നടക്കേണ്ടത് നടക്കൂ ചന്ദ്രിക, നീ വെറുതെ ടെൻഷൻ ആവണ്ട. മനീഷിൻ്റെ ഫോൺ റിങ് ചെയ്ത സമയത്ത് അവൻ ആ കോൾ ആരതാന്ന് നോക്കിക്കൊണ്ട് ചുറ്റിലും നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ മേഘ വിജയിച്ച ഭാവത്തിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. പുറത്ത് വന്നിട്ട് മനീഷ് കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് മഹേഷാണ് സംസാരിക്കുന്നത്. ഹലോ മനീഷ്, ഞാനാരാ സംസാരിക്കുന്നത് മനസ്സിലായില്ലേ? നീ മേഘയ്ക്കെതിരായിട്ട് കോർട്ടിൽ സംസാരിക്കാൻ പോയതാണോ? നീ കോർട്ടിൽ വായ തുറക്കില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഓ, ഇവൻ എന്താ ചെയ്യുക എന്നാണോ ആലോചിക്കുന്നത്? നിനക്കൊരു മോളില്ലേ പ്രിയ, അവളിപ്പോൾ എൻ്റെ കൂടെയാണ് ഉള്ളത്. മഹേഷ് ചിരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പറയാണ്. അത് കേട്ടതും മനീഷ് ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രിയ പിന്നിൽ നിന്ന് കരയുന്നുണ്ടായിരുന്നു. അച്ഛാ,
അത് കേട്ടപ്പോൾ മനീഷ് വിശ്വസിക്കുകയാണ്. ഏയ് എന്താടാ പറയുന്നത് നീ? മിണ്ടരുത്. മഹേഷ് ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു കാര്യം കേട്ടോ, ഇപ്പം എൻ്റെ കൂടെ നിൻ്റെ മോളും ഉണ്ട്, ഒരു കത്തിയും ഉണ്ട്. എന്നെക്കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് മഹേഷ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ മനീഷ് ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്താ, നിൻ്റെ മോളുടെ ശബ്ദം കേൾക്കണോ? കേൾപ്പിച്ചു തരാം. എന്നിട്ട് ഫോണ് പ്രിയയുടെ നേരെ കൊടുക്കുകയാണ്. ആ സമയത്ത് പ്രിയ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛാ 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 പേടിയാവുന്ന അച്ഛാ വാ അച്ഛാ, അച്ഛാ പേടിയാവുന്ന അച്ഛാ വാ അച്ഛാ. അത് കേട്ടത് മനീഷ് ശരിക്കും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നെ രക്ഷിക്കച്ചാ, എനിക്ക് പേടിയാവുന്ന അച്ഛാ, എന്നെ രക്ഷിക്കച്ചാ. ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പ്രിയ കരഞ്ഞിട്ട്. അപ്പോൾ മനീഷാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. മഹേഷ് വീണ്ടും പറയുന്നുണ്ട്, എന്താ നിൻ്റെ മോളുടെ ശബ്ദം കേട്ടപ്പോൾ നിനക്ക് വിശ്വാസമായോ? ഏയ് മഹേഷ്, എൻ്റെ മോളൊന്നും ചെയ്യരുത്, അവളെ വെറുതെ വിട്ടേക്ക്. ഇപ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമായില്ലേ? നിൻ്റെ മകളെ ഞാൻ ഒന്നും ചെയ്യണ്ടെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നീ ഒന്ന് കേട്ടാൽ മതി. ശരി, നീ എന്താ പറയുന്നത് ഞാൻ അനുസരിക്കാം. മേഘയുടെ ഗർഭത്തിന് നീയാണ് കാരണക്കാരനെന്ന് കോടതിയിൽ നീ പറയാൻ പാടില്ല. അതുപോലെ ചെയ്താൽ മതി. മനീഷ് വല്ലാത്ത ദേഷ്യത്തിലും സങ്കടത്തിലും ആയിട്ടുണ്ടായിരുന്നു. സിദ്ധുവാണ് എല്ലാത്തിനും കാരണമെന്ന് നീ കോടതിയിൽ ആവർത്തിച്ച് പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇനി നിനക്ക് നിൻ്റെ മകളെ ജീവനോടെ കാണാൻ സാധിക്കില്ല. മഹേഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും, അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. മഹേഷ് ഭീഷണിപ്പെടുത്തിയപ്പോൾ മനീഷ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ശരിക്കും ഷോക്കായി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.